ഇനി നാലാമതായി, ക്ഷമ മനുഷ്യൻ്റെ ആരോഗ്യവും സൗന്ദര്യവും പുനഃസ്ഥാപിക്കും. വെറുപ്പ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. വിദ്വേഷം മനുഷ്യൻ്റെ ആമാശയത്തിൽ അസിഡിറ്റി ഉണ്ടാക്കും. അസിഡിറ്റി അൾസറായി രൂപപ്പെടും. അൾസർ ഒരുപക്ഷെ ക്യാൻസറായും പരിണമിക്കും. ഇത് ശരീരശാസ്ത്രം. ഒരിക്കലൊരു നവജാത ശിശു രോഗിയായി മാറി. പല മരുന്നുകളും മാറി മാറി കൊടുത്തിട്ടും സുഖപ്പെടാതിരുന്ന കുഞ്ഞിനെ വിശദമായി പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. കുഞ്ഞിൻ്റെ രക്തത്തിൽ മാരകമായ വിഷാംശം പരിശോധനയിൽ അവർ കണ്ടെത്തി. ഒടുവിൽ അതിൻ്റെ ഉറവിടം അവർ തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭിഷക്കുരന്മാർ ഒരു നിമിഷം ഞെട്ടി. അമ്മയുടെ മുലപ്പാലിലൂടെയാണ് കുഞ്ഞിലേക്ക് വിഷമെത്തുന്നത് എന്ന്. ഒടുവിൽ അവർ അമ്മയുടെ ജീവിതം വിശകലന വിധേയമാക്കിയപ്പോൾ തൻ്റെ ഭർത്താവിനോടുള്ള അടങ്ങാത്ത പകയും വെറുപ്പുമാണ് അവളുടെ നിർമ്മലമായ മുലപ്പാലിനെ വിഷമയമാക്കിയതെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ ആ അമ്മയെ നിരന്തരമായ കൗൺസിലിങ്ങിലൂടെ അവളുടെ മനോനില വീണ്ടെടുത്ത് പരിഹരിച്ചതിലൂടെ കുഞ്ഞിനെ സൗഖ്യത്തിലേക്ക് നയിച്ചു. പണ്ടൊക്കെ DDT എന്നൊരു മാരക വിഷമിട്ടായിരുന്നു കാർഷിക വിളകളിൽ പലതും, പ്രത്യേകിച്ച് കപ്പ പോലുള്ളവ, ചിതലിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിയിരുന്നത്. ഇങ്ങനെ വിളയുന്ന കപ്പക്കിഴങ്ങിൽ ഒടുവിൽ DDTയുടെ മാരകശേഷിയുള്ള വിഷസാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ലോകം അതിനെ ബാൻ ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, DDT പോലെ അമ്മയുടെ മുലപ്പാലിനെ പോലും വിഷമയമാക്കുന്ന വെറുപ്പ് മാരകശേഷിയുള്ള കൊടും വിഷമാണ്. ഒരിക്കൽ ശുശ്രൂഷയ്ക്കിടയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളെ കണ്ടാൽ ശരിക്കും ഒരു പട്ടിണിക്കോലം. കയ്യിൽ ഒരു വാനിറ്റി ബാഗുണ്ട്. കവിളെല്ലാം കുഴിഞ്ഞ് സ്ത്രൈണഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഒരസ്ഥിപഞ്ചരം. കൗൺസിലിംഗ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ കയ്യിലുള്ള ബാഗിൽ നിന്നൊരു ഡയറി എടുത്തു നീട്ടി അവൾ പറഞ്ഞു, ചേട്ടാ, ഇത് വായിച്ചു നോക്കിയാൽ മതി, എല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് വായിക്കാൻ 2 മണിക്കൂറെങ്കിലും സമയമെടുക്കും, അതുകൊണ്ട് ചുരുക്കിൽ പറഞ്ഞാൽ മതി. അവൾ പറഞ്ഞു, മദ്യപാനം ഒരു കുടുംബത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് കാണാൻ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നാൽ മതി. എൻ്റെ അപ്പൻ്റെ മദ്യപാനത്തിൻ്റെ ഭീകരമുഖം അത് വാക്കുകൾക്ക് അതീതമാണ്. കോൾഗേറ്റ് പേസ്റ്റ് നുണഞ്ഞിറക്കിയാണ് എൻ്റെ അപ്പൻ മദ്യം കഴിക്കുന്നത്. അങ്ങനെയുള്ളവർ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? മദ്യത്തിന് വീര്യം പോരാ എന്ന് തോന്നിയാൽ മുളക് അരച്ച് കലക്കി ആദ്യം മദ്യം ചേർത്ത് കഴിക്കുന്നവരെക്കുറിച്ച് ചേട്ടൻ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, അങ്ങനെയാണ് എൻ്റെ അപ്പൻ കുടിക്കുന്നത്. അവൾ പറഞ്ഞു, ഞങ്ങൾ അമ്മയും മക്കളും വീട്ടിൽ കിടന്നുറങ്ങാറില്ല. വീടിൻ്റെ പുറകിലുള്ള പുഴയിൽ ഉയർന്നു നിൽക്കുന്ന പാറപ്പുറത്തും വാഴച്ചുവട്ടിലും അയൽവാസിയുടെ തൊഴുത്തിലുമൊക്കെയാണ് പലപ്പോഴും കിടപ്പ്. എവിടെ ഒളിച്ചാലും കുടി കഴിഞ്ഞെത്തുന്ന അപ്പൻ അമ്മയെ കണ്ടുപിടിച്ച് തല്ലി അവശയാക്കും. ഒരു ദിവസം ഞങ്ങൾ പുതിയ സ്ഥലം കണ്ടുപിടിച്ചു, വീട്ടിലെ വാട്ടർ ടാങ്ക്. അന്ന് അപ്പൻ കുടിക്കാൻ പോയപ്പോൾ വെള്ളമെല്ലാം ചോർത്തിക്കളഞ്ഞ് അമ്മ ഞങ്ങളെയും കൊണ്ട് അതിലിറങ്ങിയിരുന്നു. കുടി കഴിഞ്ഞെത്തിയ അപ്പൻ എല്ലായിടത്തും നോക്കി, ഒടുവിൽ വാട്ടർ ടാങ്കിലും. ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അപ്പൻ ഒരു വലിയ കല്ലെടുത്തുകൊണ്ടുവന്നു അമ്മയുടെ തലയിലിട്ട് കൊല്ലാൻ. കാറിക്കരഞ്ഞ ഞങ്ങളുടെ അപേക്ഷ ദൈവം കേട്ടു. അപ്പൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. മറ്റൊരു ദിവസം അമ്മ ഞങ്ങളെയും കൊണ്ട് ഒളിച്ചത് വീടിൻ്റെ തട്ടിൻപുറത്താണ്. പതിവ് പോലെ അപ്പനെത്തി. അന്വേഷണത്തൊഴിവിൽ കണ്ടെത്താതെ വന്നപ്പോൾ തെറിയും ശാപവുമായി അപ്പൻ കിടന്നു. പെട്ടെന്ന് എൻ്റെ കുഞ്ഞനിയത്തി അറിയാതെ ഒന്ന് ചുമച്ചു. അപ്പന് മനസ്സിലായി ഇന്ന് അമ്മയും മക്കളും തട്ടിൻപുറത്താണെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് പറയുകയാണ്, അടുപ്പിലുണ്ടായിരുന്ന തീയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന മുളക് പൊടി വാരിയിട്ടിട്ട് അപ്പൻ അന്നവരെ പുകച്ചു പുറത്ത് ചാടിച്ചു എന്ന്. മുൻകൂർ എന്നവണ്ണം അവൾ പറഞ്ഞു, ചേട്ടാ, അപ്പനോട് ക്ഷമിക്കാൻ മാത്രം എന്നോട് പറയരുത്, എനിക്കതിന് വയ്യ, എനിക്കതിനാവില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞ്, നിന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, എങ്കിലും മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. നിശബ്ദമായി ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു, പീഡനങ്ങളേറ്റ് ഇറുകി ഉറച്ചുപോയി കുഞ്ഞിൻ്റെ ഹൃദയത്തെ ഈശോയെ തൊടണമേ എന്ന്. ഏതാനും നിമിഷത്തെ നിശബ്ദമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൈവീക സ്പർശനത്തിൻ്റെ പ്രതിഫലനമെന്നോണം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡയറി എൻ്റെ നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത് ചേട്ടൻ വെച്ചോ, ഇതെൻ്റെ കയ്യിലിരുന്നാൽ ഓർമ്മകൾ എന്നെ വേട്ടയാടും. അതുകൊണ്ട് എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമിക്കുന്നു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഡയറി ഞാൻ ചേട്ടന് തരുന്നു. മാത്രമല്ല, ശുശ്രൂഷയ്ക്കിടയിൽ എൻ്റെ അനുഭവം ആളുകളോട് പങ്കുവയ്ക്കുമ്പോൾ തെളിവിനായി ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന്. അനേകർക്ക് ക്ഷമിക്കാൻ അതൊരു പ്രേരണയായേക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തമായ ഇടപെടൽ അന്ന് ആ കുഞ്ഞിൽ നടന്നു. അവൾ കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റ് പോയി. 1 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതി എൻ്റെ മുമ്പിൽ വന്നിരുന്നു. ഞാൻ പേര്, വീട്ടുപേര് മുതലായവ തിരക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി എനിക്ക് അവളെ മനസ്സിലായില്ല എന്ന്. അവൾ ചോദിച്ചു, ചേട്ടൻ എന്നെ മറന്നുപോയോ? ഓർമ്മയില്ലേ? അന്ന് ഡയറി തന്നുപോയ കാര്യം ഓർമ്മിപ്പിക്കാൻ എന്നവണ്ണം അവൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 1 വർഷം കൊണ്ട് അവൾ ആളാകെ മാറിപ്പോയിരുന്നു. മുഖത്താകെ പ്രസന്നഭാവം,
കവളുകളെല്ലാം ചുമന്ന് തുടുത്ത് നഷ്ടപ്പെട്ട സ്ത്രൈണഭാവങ്ങളെല്ലാം ദൈവം പുനഃസൃഷ്ടി നടത്തിയിരിക്കുന്നു. അവളുടെ രൂപവും ജീവിതവും അപ്പനോട് നിരുപാധികം ക്ഷമിച്ചതിലൂടെ ദൈവം മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാനും പാദങ്ങൾക്ക് കലമാൻ്റേതിനേക്കാൾ വേഗത ലഭിക്കാനും ആയുസ് നീട്ടിക്കെട്ടി നീ അനുഗ്രഹിക്കപ്പെടാനും നീ ക്ഷമിക്കുന്നതിലൂടെ ഇടയാകും. ഇന്ന് ലോകം IT യുഗത്തിൽ നിന്നും വെൽനസ് യുഗത്തിലേക്ക് ചുവടുമാറ്റിക്കഴിഞ്ഞു. സൗന്ദര്യവർദ്ധക വസ്തുക്കളും സപ്ലിമെൻ്ററി ഫുഡുകളും വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഏതെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നീ മാറി മാറി തേച്ചാലും സപ്ലിമെൻ്ററി ഫുഡുകൾ മാറി മാറി പരീക്ഷിച്ചാലും ഉള്ളിൽ വെറുപ്പിരുന്നാൽ ഇല്ല, നിന്റെ മുഖം പ്രകാശിക്കില്ല. സഹോദരൻ ആബേലിനോടുള്ള വെറുപ്പ് നിമിത്തം കറുത്തിരുണ്ടുപോയ കായൻ്റെ മുഖം ഫെയർ ആൻഡ് ലവ്ലിയോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ തേച്ചിരുന്നെങ്കിൽ പ്രകാശിക്കുമായിരുന്നില്ലല്ലോ. എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6:15 തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവർക്ക് വേണ്ടി ദൈവമേ ഈ തെറ്റിവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് ക്ഷമിച്ച സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു എന്ന് നാം വായിക്കുമ്പോൾ തിരിച്ചറിയണം, സൗന്ദര്യവർദ്ധക വസ്തുക്കളല്ല മുഖത്തെ പ്രസന്നമാക്കുന്നത്, മറിച്ച് ഉള്ളിലുള്ള കരുണയും നന്മയുമാണെന്ന്. മനസ്സിരുണ്ടാൽ മുഖം കറക്കും, മനം തെളിഞ്ഞാൽ മുഖം തെളിയും. വെറുപ്പിന്റെ ഭാരം വഹിക്കുന്നവരെ ഇതാ അവൻ മാടി വിളിക്കുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വരുവിൻ. നമുക്ക് ആ ചുമട് താങ്ങിയിൽ നമ്മുടെ വെറുപ്പിന്റെ ഭാരമൊന്ന് ഇറക്കി വയ്ക്കാം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് വഹിക്കാൻ എളുപ്പമുള്ളതും തുലവും ലഘുവുമായ അവൻ്റെ സ്നേഹത്തിൻ്റെ മുഖം, കാരുണ്യത്തിൻ്റെ മുഖം നമുക്ക് തോളിലേറ്റാം. നല്ല ദൈവം എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം.